അപ്പോൾ വീണ്ടും നമുക്ക് വർക്ക് എനർജി പവറിൽ തന്നെ അടുത്തൊരു ടോപ്പിക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളീഷനെ കുറിച്ച് നമ്മൾ പറയാൻ പോകണം. കൊളീഷനെ കുറിച്ച് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. അതായത് ലോസ് ഓഫ് മോഷനൊക്കെ വെച്ചിട്ട് നമ്മൾ കൊളീഷനിലെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് ഒക്കെ വെച്ചിട്ട് ആഫ്റ്റർ ആൻഡ് ബിഫോർ കൊളീഷൻ അത് കോൺസ്റ്റൻ്റ് എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കൊളീഷൻ എന്താണ്? കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് കൊളീഷൻ? കൊളീഷൻ അതാണ് നമ്മുടെ ടോപ്പിക് കേട്ടോ. അപ്പോൾ എന്താണ് കൊളീഷൻ എന്നാൽ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മീൻ ബൈ കൊളീഷൻ? എന്താണ് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനെ വിളിക്കുന്ന പേരാണ് അത് വിളിക്കുന്നത് കൊളീഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ്. പക്ഷേ നമ്മളത് ഫിസിക്സിൽ പറയുമ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫോഴ്സ് വേണം. രണ്ട് പാർട്ടിക്കിൾസ് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എർത്തും സണ്ണും തമ്മിലുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ അവർ തമ്മിൽ വേണമെങ്കിൽ കൊളീഷനാണെന്ന് പറയാം. പക്ഷെ അത് ഇൻഡയറക്റ്റ് കൊളീഷനാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് കൊളീഷനാണ്. ഫിസിക്കലി അവർ ഡയറക്റ്റ് കൊളീഷനിൽ വന്ന് ഏർപ്പെടുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ എന്നല്ല നമ്മൾ ഫിസിക്സിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ളൊരു കൊളീഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കൊളീഷൻ? കൊളീഷൻ ഈസ് ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ 2 or more പാർട്ടിക്കിൾസ് കേട്ടോ. ഇറ്റ് ഈസ് ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ 2 or more പാർട്ടിക്കിൾസ്. രണ്ടോ അതിലധികമോ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊളീഷൻ എന്ന് വിളിക്കുക. നമുക്കിവിടെ രണ്ട് തരത്തിലുള്ള കൊളീഷനുകളുണ്ട്. മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള കൊളീഷനുകളുണ്ട്. ടൈപ്സ് ഓഫ് കൊളീഷനിൽ രണ്ട് തരത്തിലുള്ള കൊളീഷനുകളുണ്ട്. അതിൽ ആദ്യത്തെ കൊളീഷനെ, ഫസ്റ്റ് കൊളീഷനെ നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വിളിക്കും. ഇലാസ്റ്റിക് കൊളീഷൻ. രണ്ടാമത്തെ കൊളീഷനെ ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വിളിക്കും. ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ? അപ്പോൾ കൊളീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് അല്ലേ. അങ്ങനെ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുന്ന രണ്ട് കാര്യങ്ങളെ ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇലാസ്റ്റിക് കൊളീഷനും ഇൻ ഇലാസ്റ്റിക് കൊളീഷനും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസിൻ്റെയും മൊമെൻറ്റവും അതുപോലെ കൈനറ്റിക് എനർജിയും, ലീനിയർ മൊമെൻറ്റവും കൈനറ്റിക് എനർജിനെയും കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ആ കൂട്ടിയിടിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ, അതുപോലെ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ, ഇത് കൺസർവ്ഡ് ആണെങ്കിൽ അത്തരത്തിലുള്ള കൊളീഷനെ വിളിക്കുന്ന പേരാണെന്ന് വിളിക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷനിൽ പാർട്ടിക്കിൾസിൻ്റെ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും എപ്പോഴും എന്തായിരിക്കും? കൺസർവ് ചെയ്യും, അല്ലെങ്കിൽ കൺസർവ്ഡ് ആയിരിക്കും. ഇലാസ്റ്റിക് കൊളീഷനിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടിക്കിൾസിൻ്റെ ലീനിയർ മൊമെൻറ്റവും അതുപോലെ ടോട്ടൽ കൈനറ്റിക് എനർജിയും എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസർവ് ചെയ്യപ്പെടും. അപ്പോൾ വാട്ട് ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കൊളീഷൻ ഇൻ വിച്ച് മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ആഫ്റ്റർ ആൻഡ് ബിഫോർ കൊളീഷൻ ആർ സെയിം. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കൊളീഷൻ ഇൻ വിച്ച് എന്ന് വിളിക്കാം ദ മൊമെൻറ്റം ആൻഡ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ ആർ സെയിം, അല്ലെങ്കിൽ ദേ വിൽ കൺസർവ്. അവർ രണ്ടാൾക്കാരെന്നായിരിക്കും? കൺസർവ് ചെയ്യപ്പെടും. അപ്പം മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും രണ്ടും എന്താണ്? കൺസർവ്ഡ് ആയിട്ടുള്ള കൊളീഷനാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് കൊളീഷൻ. രണ്ടും കൺസർവ്ഡ് ആയിട്ടുള്ള കൊളീഷനാണ് ആരെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് കൊളീഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളീഷൻ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടോണുകളും കൂട്ടിയിടിക്കുക, ഇലക്ട്രോണുകളും കൂട്ടിയിടിക്കുക, ന്യൂട്രോണുകളും കൂട്ടിയിടിക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളീഷൻ, കൊളീഷൻ ബിറ്റ്വീൻ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് വിളിക്കാം? കൊളീഷൻ ബിറ്റ്വീൻ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. കൊളീഷൻ ബിറ്റ്വീൻ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കേട്ടോ. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളീഷനാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും എവിടെ കൺസർവ്ഡ് ആയിരിക്കും? ഇലാസ്റ്റിക് കൊളീഷനിൽ കൺസർവ്ഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത് അങ്ങനെ നമുക്കൊരു ഇതെപ്പോഴും പോസിബിൾ ഒന്നുമല്ല കേട്ടോ. ഇതൊരു പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷനിലാണ് പറയാൻ പറ്റില്ല. പെർഫെക്റ്റ്, പക്ഷേ പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ ഒരു റയർ കേസാണ്. പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ റയർ കേസാണ്. നമ്മളതുകൊണ്ട് സിമ്പിൾ എന്ന് വിളിക്കും ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷനിൽ കൊളീഷന് മുൻപും കൊളീഷന് ശേഷം കൈനറ്റിക് എനർജി സെയിം,
മൊമെൻറ്റം സെയിം. ക്ലിയർ അല്ലേ ഇലാസ്റ്റിക് കൊളീഷൻ? നെക്സ്റ്റ് ടൈപ്പ് കൊളീഷൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്താണ് ഈ ടൈപ്പ് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെൻറ്റം കൺസർവ് ചെയ്യപ്പെടും. മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. പക്ഷേ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി നോട്ട് കൺസർവ്ഡ്. പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി നോട്ട് കൺസർവ്ഡ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെൻറ്റം കൺസർവ്ഡാണ്, പക്ഷേ കൈനറ്റിക് എനർജി നോട്ട് കൺസർവ്ഡ്. അപ്പോൾ what is inelastic collision? Inelastic collision is a type of collision in which momentum of the particles are conserved but kinetic energy is not conserved. Kinetic energy എന്നല്ല കൺസർവ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാർജ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളീഷൻ ബിറ്റ്വീൻ ലാർജ് പാർട്ടിക്കിൾസ്. കൊളീഷൻ ബിറ്റ്വീൻ ലാർജ് പാർട്ടിക്കിൾസ് എന്തിന് എക്സാമ്പിൾസാണ്? നമ്മളുടെ എക്സാമ്പിളാണ് നമ്മളുടെ ഇൻഇലാസ്റ്റിക് കൊളീഷന് എക്സാമ്പിളാണ്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൈനറ്റിക് എനർജി ആഫ്റ്ററും ബിഫോറും തന്നെയാണ് സെയിം തന്നെയാണ് അല്ലേ? കൈനറ്റിക് എനർജി ആഫ്റ്റർ ഈക്വൽ ടു കൈനറ്റിക് എനർജി ബിഫോർ ദ കൊളീഷൻ. പക്ഷേ ഇവിടെ കൈനറ്റിക് എനർജി ആഫ്റ്റർ അതുപോലെ കൈനറ്റിക് എനർജി ബിഫോർ ദ കൊളീഷൻ സെയിം അല്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ ദ കൊളീഷൻ ലെസ് ആയിരിക്കും. കൈനറ്റിക് എനർജി ആഫ്റ്റർ ദ കൊളീഷൻ എന്തായിരിക്കും? ലെസ് ആയിരിക്കും. കൈനറ്റിക് എനർജി ആഫ്റ്റർ ദ കൊളീഷൻ ലെസ് ദാൻ കൈനറ്റിക് എനർജി ബിഫോർ ദ കൊളീഷൻ. ഞാൻ കെ എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. കൈനറ്റിക് എനർജിനെ ഡിനോട്ട് ചെയ്യാൻ കെ എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ കൈനറ്റിക് എനർജി ആഫ്റ്റർ ദ കൊളീഷൻ വിൽ ബി ലെസ് ദാൻ കൈനറ്റിക് എനർജി ബിഫോർ ദ കൊളീഷൻ. അതായത് കൈനറ്റിക് എനർജി അവിടെ നഷ്ടപ്പെടും. വേറെ ഏതോ രൂപത്തിലുള്ള എനർജി ആയിട്ട് അത് മാറിപ്പോവും. കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടില്ല, പക്ഷേ വേറെ ഏതൊരു രൂപത്തിലുള്ള എനർജി ആയിട്ട് എന്ത് പോവും? മാറിപ്പോവും. അതാണ് ആരെന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് ടൈപ്പ് കൊളീഷൻ, അതിൻ്റെ കാര്യങ്ങൾ, എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചിരിക്കുക. സിമ്പിളായിട്ടുള്ള കുഞ്ഞൊരു ടോപ്പിക്കാണ്. ക്ലിയർ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുള്ളൊരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമുക്കിനി അടുത്ത് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഓക്കെ, താങ്ക് യു.